ഇന്ന് എണീച്ചപ്പോൾ തന്നെ ആദ്യം തന്നെ വെള്ളം തിളപ്പിക്കാനും വെച്ചു. ചായ വെച്ചതിന് ശേഷമാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. കാരണം വെള്ളം പിള്ളേർക്ക് കൊടുത്തുവിടാനൊക്കെ കുറവായിരുന്നു. ഇവിടെ ഞാൻ പറയാറുണ്ട്, തിളപ്പിച്ച വെള്ളം മാത്രമാണ് ഞങ്ങൾ കുടിക്കാറുള്ളൂ. പൈപ്പിൽ നിന്നുള്ള വെള്ളം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിണറില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ തിളപ്പിച്ചാണ് വെള്ളം കുടിക്കുന്നത്. അപ്പോൾ രാവിലെ എണീച്ച് നോക്കിയപ്പോഴാണ് വെള്ളം ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ വേഗം തന്നെ അത് അടുപ്പത്ത് വെച്ചു. പിന്നെ ഇനി അത് ചൂടാറ്റിയിട്ട് വേണം പിള്ളേരുടെ കുപ്പിയിലോട്ട് ഊറ്റി കൊടുത്തുവിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചായയും വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തലേന്ന് ചെറുപയർ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളവും ചായയും ഒക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് രണ്ടും അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് പിന്നെ പയറ് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തു. അപ്പോൾ ഇന്ന് പുട്ടും പയറും ആക്കാമെന്ന് തലേന്ന് തന്നെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പയറ് വെളുത്തുന്ന ദിവസം ഐശുവിന് വേവിച്ച് താല്പര്യമില്ല. ഞാനെങ്ങാനും നിർബന്ധിച്ച് ഇങ്ങനെ വാരി കൊടുത്താൽ മാത്രമായിട്ട് അവൾ കഴിക്കുള്ളൂ. അല്ലെങ്കിൽ ഒട്ടും കഴിക്കില്ല. ഞാൻ കാണുമല്ലോ എന്ന് വിചാരിച്ച് മാത്രം വളരെ കുറച്ച് എടുക്കും. എന്നിട്ട് അത് എങ്ങനെയൊക്കെയോ ഒന്ന് കഷ്ടപ്പെട്ട് തിന്ന് തീർക്കും. അങ്ങനെയായിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇന്ന് തലേന്നത്തെ കുറച്ച് മീൻകറി ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ അവൾ മീൻകറി കൂട്ടിയാലും കഴിച്ചോളൂ എന്ന് വിചാരിച്ച്. അതല്ലെങ്കിൽ ഞാൻ വാരിക്കൊടുത്ത് എങ്ങനെയെങ്കിലും ഞാൻ കഴിപ്പിക്കും. തന്നെ കഴിക്കുമ്പോഴാണ് പ്രശ്നമുള്ളൂ. ഒട്ടും തന്നെ താല്പര്യമില്ല. പിന്നെ എന്നെ പേടിച്ചിട്ട് മാത്രം കഴിക്കുന്നതാണ് കേട്ടോ. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളൊന്നും അങ്ങനെ നിർബന്ധിച്ച് ഞാൻ കഴിപ്പിക്കാറൊന്നുമില്ല. പക്ഷേ ഇങ്ങനത്തെ പയറ്, കടല അതൊക്കെ പിന്നെ കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്താ കഴിക്കുക. അതുകൊണ്ട് പിന്നെ അങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിക്കും. കുറച്ചൊക്കെ കഴിക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടി വാട്ടാൻ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളമൊക്കെ തെളിച്ച് വന്ന പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് അത് വാട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഒലത്താനും ഒക്കെ ഉള്ള സംഭവങ്ങളെടുത്ത് വെളിയിലിറക്കി വെച്ചിട്ടു. പിന്നെ കോവയ്ക്കായിരുന്നു ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഐശു പറഞ്ഞു, ഐശു കുറേ ദിവസം ഇങ്ങനെ കോവയ്ക്ക ഫ്രൈ ചെയ്ത് കഴിച്ചതുകൊണ്ട് ഇന്നൊരു ദിവസം ഒലത്തി തരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒലത്താനായിട്ട് കുറച്ച് മാത്രം വേറെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൈ ചെയ്യാൻ കൂടുതലും വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഫ്രൈ ചെയ്യണതാണ് ഇവിടെ ഐറൂനും അമ്മൂനും ഒക്കെ ഇഷ്ടം. ഐശുവിനും ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അടുപ്പിച്ച് കഴിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ പിന്നെ വളരെ കുറച്ച് മാത്രം ഒലത്താനായിട്ട് ഇങ്ങനെ റൗണ്ടിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മായായിട്ട് അതെല്ലാം അരിഞ്ഞു വെച്ചത്. അങ്ങനെ ഫ്രൈ ചെയ്യാനും ഇട്ടു. അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ കോവയ്ക്ക് ഒലത്താനും വേണ്ടിയിട്ടുണ്ടായിരുന്നു. കോവയ്ക്ക് ഒലത്തുമ്പോഴൊന്നും ആർക്കും വലിയ താല്പര്യമില്ലാത്ത കാരണമാണ് പിന്നെ നമ്മൾ ഫ്രൈയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ ദിവസം ഇങ്ങനെ കഴിക്കാതെ ആയി കഴിഞ്ഞപ്പോൾ ഒലത്ത് കഴിക്കാനും നല്ല ആഗ്രഹം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ദിവസം കൂടി വളരെ കുറച്ച് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒലത്തിയതിന്. ഫ്രൈനേക്കാളും ഡിമാൻഡും അതിനായിരുന്നു. അങ്ങനെ നമ്മൾ കോവയ്ക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണ്ട, അല്ലെങ്കിൽ പിന്നെ അത് ആകെ കരിഞ്ഞു പോകും. അങ്ങനെ രണ്ടടുപ്പത്ത് ഫ്രൈ ചെയ്യാൻ വളർത്താനായിട്ട് ഇട്ടിട്ട് നടുക്കുള്ള അടുപ്പിൽ നമ്മൾ മീൻ പൊരിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഈ മീൻ പൊരിക്കാൻ വേണ്ടി നിൽക്കുന്നത് തന്നെ ഐറൂനെ ഓർത്തിട്ടാണ് കേട്ടോ. പൊതുവേ സ്കൂളിൽ കൊണ്ടുപോകുന്ന ചോറ് ഒട്ടും തന്നെ കഴിക്കാറില്ല. വളരെ കുറച്ച് മാത്രമാണ് കൊടുത്തു വിടലുള്ളൂ. പിന്നെ മീനും കൂടെ ഇല്ലെങ്കിൽ ഒട്ടും കഴിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ മീൻ പൊരിക്കാൻ വേണ്ടി നിൽക്കുന്നത്. പിന്നെ ഐശുവിനും അമ്മൂനും സ്കൂളിൽ അങ്ങനെ മീൻ കൊണ്ടായിരുന്നു വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ കോവയ്ക്ക ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ മതി. പിന്നെ പൊരിച്ചതായതുകൊണ്ട് കുറച്ച് അവർക്കും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊഴുവയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കൊഴുവ ആയതുകൊണ്ട് തന്നെ ഐശുവിന് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും എങ്ങാനും കഴിക്കുകയാണെങ്കിൽ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു 3-4 ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് കോവയ്ക്ക ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒലത്താനായിട്ട് കോവയ്ക്കും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. 3 അടുപ്പും ഫുള്ളായതുകൊണ്ട് തന്നെ ഇത് 3ഉം ഒഴിവാക്കാണ്ട് പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ ആദ്യം തന്നെ പുട്ടിന് പൊടിയൊക്കെ വാട്ടി വെച്ചതുകൊണ്ട് അത് അവിടെ ഇരുന്ന് ചൂടാറിക്കോളും. അതാണ് സമാധാനമുണ്ട്. പിന്നെ നമ്മൾ കോവയ്ക്ക് ഫ്രൈ ചെയ്തത് കുറച്ചായി കഴിഞ്ഞപ്പോൾ തന്നെ അത് നിർത്തിയിട്ട് പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തു കേട്ടോ. ഈ പാല് ഇങ്ങനെ തിളയ്ക്കാൻ വെച്ചപ്പോൾ മൂടി വെച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള അടുപ്പിൽ മീനാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ എണ്ണയൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പാലിലേക്ക് തിളയ്ക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ അതങ്ങനെ മൂടി വെച്ചത്. അങ്ങനെ കോവയ്ക്കൊക്കെ റെഡിയായി തേങ്ങയിട്ട് വാങ്ങിയിട്ടുണ്ട്.